വർഷം 2001. ഡൽഹിയിലെ ഗാസിയാബാദ്. വേനൽക്കാലമാണ്, കൂടാതെ കടുത്ത ചൂടും. വീട്ടിലാണെങ്കിൽ കറണ്ടുമില്ല. അതുകൊണ്ട് ചൂടിൽ നിന്ന് അല്പം ആശ്വാസത്തിനായി ടെറസിലേക്ക് ഇറങ്ങിക്കിടന്നതാണ് ഡൽഹി സ്വദേശിയായ യൂനിസ് ഖാൻ. പുറത്താണെങ്കിൽ അല്പം കാറ്റൊക്കെയുണ്ട്. കണ്ണുകളടച്ച് യൂനിസ് കിടന്നു. സമയം പുലർച്ചെ ഒരു 3 മണിയായിട്ടുണ്ടാവണം. കാലിന് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടാണ് യൂനിസ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ ഒരു വിചിത്ര ജീവി ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്നതാണ് യൂനിസ് കണ്ടത്. ഏകദേശം 5 അടി മാത്രം ഉയരമുള്ള, കുരങ്ങനാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രൂപം. പേടിച്ച് യൂനുസ് ടെറസിലിട്ടിരുന്ന കട്ടിലിൽ നിന്ന് പിറകിലേക്ക് വീണു. ആവുന്നത്ര ഉച്ചത്തിൽ ബഹളം വെച്ചു. ആ ബഹളം കേട്ട് ആ ജീവി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്തോ മാന്തിയ പോലുള്ളൊരു പാടാണ് യൂനുസ് കണ്ടത്. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ആ വിചിത്ര ജീവിയെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. ഞാനീ പറഞ്ഞു വരുന്നത് 2001 വേനൽക്കാലത്ത് ഡൽഹിയെ വിറപ്പിച്ച മങ്കിമാനെ കുറിച്ചാണ്. ആരായിരുന്നു ആ മങ്കിമാൻ? എന്താണ് അന്ന് ഡൽഹിയിൽ സംഭവിച്ചത്? വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. അന്ന് യൂനിസിനുണ്ടായത് ഒരൊറ്റപ്പെട്ട അനുഭവമാണെന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത്. എന്നാൽ 2 ആഴ്ചകൾക്ക് ശേഷം വീടിന്റെ ടെറസിൽ കിടന്നുറങ്ങിയ മറ്റൊരാൾക്കും അതേപോലെ വിചിത്ര ജീവിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ആക്രമണം നേരിട്ട സമയവും ഏകദേശം സെയിം തന്നെയായിരുന്നു. കൂടാതെ ആ പ്രദേശത്ത് ആ സമയം പവർ കട്ടുമായിരുന്നു. തൊട്ടടുത്ത ദിവസം അയൽപ്പക്കത്ത് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. തന്റെ കുടിലിനുള്ളിൽ കിടന്നുറങ്ങിയായിരുന്ന റെഹാസുദ്ദീൻ എന്നൊരാൾക്കാണ് ഇത്തവണ പരിക്കേറ്റത്. ആ സംഭവത്തിന് ശേഷം അടുത്ത 21 ദിവസത്തേക്ക് അയാൾക്ക് ജോലിക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല. ഇതോടെ ആക്രമണങ്ങളുടെ വാർത്തകൾ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും പരക്കാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തരായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ചിലർക്ക് കൈകളിലായിരുന്നു പരിക്കെങ്കിൽ ചിലർക്ക് കാലുകളിലായിരുന്നു പരിക്ക്. ശരീരത്തിൽ എന്തോ മാന്തിയതുപോലെയുള്ള പാടുകൾ, എന്തോ കടിച്ചതുപോലെയുള്ള പാടുകൾ, എവിടെയൊക്കെയോ തട്ടി മുറിഞ്ഞതുപോലെയുള്ള പാടുകൾ, ഇവയൊക്കെയായിരുന്നു പരിക്കേറ്റവർക്ക് ഉണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ആ ജീവിക്ക് പകുതി കുരങ്ങിന്റെയും പകുതി മനുഷ്യന്റെയും രൂപമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നു. ഇതോടെയാണ് മങ്കിമാൻ എന്ന പേര് വിചിത്ര ജീവിക്ക് വീഴുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അതിന്റെ രൂപത്തെപ്പറ്റി ആളുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. മങ്കിമാന്റെ ആദ്യ ഇരകളിൽ ഒരാളായ അജയ് പറഞ്ഞത് ഒരു കുരങ്ങനൊന്നുമല്ല, മറിച്ച് ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ്. വെളുത്ത നിറമുള്ള, ചൈനീസ് നേപ്പാളീസ് മുഖസാദൃശ്യമുള്ള ഒരാളാണ് തന്നെ ആക്രമിച്ചതെന്നാണ് അജയ് NDTVയോട് പറഞ്ഞത്. തന്നെ ആക്രമിച്ചയാൾക്ക് നീണ്ട മൂക്കും വലിയ നീല കണ്ണുകളുമുള്ളതായി അജയ് പറഞ്ഞു. എന്നാൽ പിന്നീടുള്ള മങ്കിമാന്റെ ഇരകൾ എല്ലാവരും തന്നെ പറഞ്ഞത് കുരങ്ങന്റെ രൂപമുള്ള ഒരു വിചിത്ര ജീവി ആക്രമിച്ചു എന്നാണ്. ദേഹമാസകലം ചിമ്പാൻസിയെ പോലെ കറുത്ത രോമകൂപങ്ങളുള്ള, പകുതി മനുഷ്യനും പകുതി കുരങ്ങനുമായ ഒരു വിചിത്ര ജീവി. അതിന്റെ വിരലുകളിൽ സാധാരണ നഖങ്ങൾക്ക് പകരം ലോഹം കൊണ്ടുള്ള നീണ്ട കൂർത്ത നഖങ്ങൾ. ചിലർ പറഞ്ഞത് ഈ മങ്കിമാന് 8 അടിയിലധികം ഉയരമുണ്ടെന്നാണ്. എന്നാൽ മറ്റു ചിലരാവട്ടെ മങ്കിമാന് 5 അടിക്കും 6 അടിക്കും ഇടയിൽ ഉയരമുണ്ടെന്നാണ് പറഞ്ഞത്. വെറും ഒരു പൂച്ചയുടെ വലിപ്പം മാത്രമേ ഈ മങ്കിമാനുള്ളൂവെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ചിലരുടെ വിവരണങ്ങൾ അനുസരിച്ച് മങ്കിമാൻ ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നതായി പറയപ്പെട്ടു. അയാൾക്ക് ചുവന്ന കണ്ണുകളായിരുന്നു. എന്നാൽ മങ്കിമാന്റെ രൂപഭാവങ്ങളെ പറ്റിയുള്ള കഥകൾ അവിടം കൊണ്ടൊന്നും നിന്നില്ല. മങ്കിമാൻ ധരിച്ചിരുന്ന ടീഷർട്ടിന് 3 ചുവന്ന സ്വിച്ചുകളുണ്ട്. ആദ്യത്തെ സ്വിച്ച് ഞെക്കിയാൽ മനുഷ്യന്റെ രൂപം മാറി കുരങ്ങന്റെ രൂപമായി മാറും. രണ്ടാമത്തെ സ്വിച്ച് ഞെക്കിയാൽ മങ്കിമാന് സൂപ്പർ പവർ കിട്ടും. മൂന്നാമത്തെ സ്വിച്ച് ഞെക്കിയാൽ മങ്കിമാൻ അപ്രത്യക്ഷനായി മാറും. ഇങ്ങനെ പോകുന്നു കഥകൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലായി മങ്കിമാന്റെ ആക്രമണത്തെക്കുറിച്ച് ഡൽഹി പോലീസിന് 100 കണക്കിന് കോളുകളാണ് വന്നത്. മെയ് അവസാനമായപ്പോഴേക്കും പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 65 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് തന്നെ 3 പേരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് വേനൽക്കാലത്താണ്. ചൂട് കൂടുതലുള്ള സമയമാണ്. വൈദ്യുതി ക്ഷാമവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ പവർ കട്ടുകൾ നിരന്തരം ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ സമയത്ത് വീടുകൾക്കുള്ളിൽ കനത്ത ചൂടായതിനാൽ മിക്കവാറും ആളുകൾ ടെറസിലും പുറത്തുമൊക്കെയായിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. മിക്കവാറും ആക്രമണങ്ങൾ നടന്നിരുന്നത് രാത്രി 12-നും പുലർച്ചെ 4-നും ഇടയ്ക്കാണ്. ഈ സമയത്ത് പവർ കട്ടും ഉണ്ടായിരുന്നു. കറണ്ട് ഇല്ലാത്ത സമയമായിരുന്നതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. ഇരുട്ടിന്റെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന മങ്കിമാൻ ആക്രമണങ്ങൾക്ക് ശേഷം ഇരുട്ടിലേക്ക് തന്നെ മറയുകയും ചെയ്തിരുന്നു. ഇതിലും വിചിത്രമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൻ്റെതായി യാതൊരു തെളിവുകളും ബാക്കിയുണ്ടായിരുന്നില്ല. തങ്ങളെ ആക്രമിച്ചതിനു ശേഷം മങ്കിമാൻ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് ആക്രമണത്തിനിരയായവരും മറ്റുള്ളവരും പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഭാഗത്തൊന്നും ഒരു കാൽപ്പാട് പോലും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ആക്രമണം നടത്തുന്നത് മൃഗമായാലും മൃഗത്തിന്റെ വേഷം ധരിച്ചൊരു മനുഷ്യനായാലും ഒരു കാൽപ്പാടെങ്കിലും അവശേഷിപ്പിക്കണമല്ലോ. ഈ കേസുകളിലൊന്നും അതുണ്ടായില്ല എന്നതാണ് സത്യം. ഇരയായവരുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന മുറിവുകൾ മാത്രമായിരുന്നു ഇങ്ങനെയൊരു സംഭവം നടന്നുവെന്ന് സ്ഥിരീകരിക്കാൻ ബാക്കിയായ തെളിവുകൾ. മങ്കിമാനെ കുറിച്ചുള്ള വാർത്തകൾ ഡൽഹിയിലും പരിസര പ്രദേശത്തും കനത്ത പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. അതിനൊരു ഉദാഹരണം പറയാം.
മങ്കിമാൻ തങ്ങളുടെ സ്ഥലത്തെത്തിയെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവർ ഉറക്കെ വിളിച്ചു പോകും. ബാക്കിയുള്ളവരോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. ഇത് കേട്ട് ആളുകൾ പേടിച്ച് രക്ഷപ്പെടാനായി ഓടും. അവരവരുടെ വീടുകളിൽ കയറി ഒളിക്കും. പേടിച്ച് മങ്കിമാനിൽ നിന്ന് രക്ഷ നേടാനായി ടെറസിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി ആളുകൾക്ക് പരിക്കു പറ്റിയ സംഭവങ്ങളും നിരവധിയാണ്. വെറും സംശയത്തിന്റെ പുറത്തുടലെടുക്കുന്ന ഇത്തരം പരിഭ്രാന്തി നിറഞ്ഞ നിമിഷങ്ങൾ പലർക്കും പരിക്കുകൾ മാത്രമാണ് സമ്മാനിച്ചത്. വീടിന്റെ ടെറസിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ഗർഭിണിയായൊരു യുവതി മങ്കിമാനുണ്ടെന്ന സംശയത്തിൽ രക്ഷപ്പെടാനായി ഓടുമ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് വീണ് പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു മരണവും ഉണ്ടായി. മങ്കിമാൻ വരുന്നതെന്ന ആളുകളുടെ നിലവിളി കേട്ട് പേടിച്ച് രക്ഷപ്പെടാനായി ടെറസിൽ നിന്ന് താഴേക്ക് ചാടിയതാണ്. പരിക്കേറ്റ് അയാളും മരണപ്പെട്ടു. എന്തോ നിഴൽ കണ്ട് മങ്കിമാനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഉണ്ടായത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ പോലും മങ്കിമാനെ അടുത്ത് കണ്ടിരുന്നില്ല. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന മങ്കിമാനെ പറ്റിയുള്ള വാർത്തകൾ ചെയ്തു. ഇത് ആളുകളിൽ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആളുകൾ പേടിച്ച് രാത്രികാലങ്ങളിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ചെറിയൊരു നിഴൽ കണ്ടാൽ തന്നെ മങ്കിമാനെ കണ്ടുവന്ന രീതിയിലുള്ള ഫോൺ കോളുകൾ പോലീസിലേക്ക് എത്താൻ തുടങ്ങി. സത്യത്തിൽ ഫോൺ കോളുകളുടെ ഒരു പ്രളയം തന്നെയാണ് ഉണ്ടായത്. എന്നാൽ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ ഇതിലൊന്നും യാതൊരു കഴമ്പും ഉണ്ടായിരുന്നില്ല. നഗരത്തിൽ ഭീതി പരത്തുന്ന മങ്കിമാനെ നേരിടാനായി ജനങ്ങളും ഒറ്റക്കെട്ടായി പുറത്തിറങ്ങി. കയ്യിൽ കിട്ടുന്ന വടികളും കല്ലുകളും ഒക്കെ ശേഖരിച്ച് അവർ മങ്കിമാനെ തിരഞ്ഞു നടന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മങ്കിമാനെ കണ്ടെത്താൻ നടന്ന ഗ്രൂപ്പുകൾ മങ്കിമാനാണെന്ന് തെറ്റിദ്ധരിച്ച് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുന്നത് ഒരു നിത്യസംഭവമായി മാറി. ഒടുവിൽ പോലീസിന് അതിലും ഇടപെടേണ്ടതായി വന്നു. 150ഓളം ആളുകൾ ചേർന്ന് പാതിരാത്രി ഒരാളെ മങ്കിമാനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് പിടിക്കുകയും അയാളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോഴാണ് അയാൾ നിരപരാധിയാണെന്ന സത്യം അവർ അറിയുന്നത്. ജനങ്ങൾക്കിടയിൽ ഭീതി വളരെയേറെ വർദ്ധിച്ച് ഒരു ഫിയർ സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു പരാനോയ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. സംശയാസ്പദമായി ആരെ കണ്ടാലും അവർ മങ്കിമാനാണെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. ഇതുപോലെ രാത്രി വൈകിയോടുന്ന ഒരു വാൻ ഡ്രൈവറെയും ജനക്കൂട്ടം കയ്യേറ്റം ചെയ്തു. മങ്കിമാനെ കുറിച്ചുള്ള അന്വേഷണം പോലീസിനും അത്ര എളുപ്പമായിരുന്നില്ല. കാരണം മങ്കിമാനെ പറ്റി വ്യക്തമായൊരു രൂപരേഖ ആരുടെ കയ്യിലും ഇല്ല എന്നതായിരുന്നു സത്യം. പരിക്കേറ്റവരിൽ ഒരാൾ പോലും മങ്കിമാനെ അടുത്ത് കണ്ടിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാൾ ഉണ്ടെന്നതിന് ഒരു കാൽപ്പാട് പോലും തെളിവായി ഇല്ല എന്നതായിരുന്നു സത്യം. ഇനി മങ്കിമാനെ അവ്യക്തമായെങ്കിലും കണ്ടു എന്ന് പറയപ്പെടുന്ന ആളുകൾ പല രീതിയിലായിരുന്നു അയാളെ വിവരിച്ചിരുന്നത്. ഒടുവിൽ പോലീസ് ഈ ആക്രമണത്തിനിരയായവരെ ഓരോരുത്തരായി ചെന്ന് കാണുകയും 2 സ്കെച്ചുകൾ വരപ്പിക്കുകയും ചെയ്തു. പിന്നീട് അത് പുറത്തുവിട്ടു. എന്തായാലും ഇതൊരു വിചിത്രജീവി ഒന്നുമല്ലെന്നും ഇനി മങ്കിമാൻ എന്നൊരാൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു മനുഷ്യൻ തന്നെ ആയിരിക്കുമെന്നുമാണ് പോലീസ് കരുതിയത്. മങ്കിമാനെ കണ്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ 3000ഓളം പോലീസുകാരെ ഡൽഹി പോലീസ് വിന്യസിച്ചു. വൈദ്യുതിക്ക് കടുത്ത ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും മങ്കിമാനെ കണ്ടു എന്ന് പറയപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും ആക്രമണങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടായില്ല. അതുകൊണ്ട് ഡൽഹി പോലീസ് മങ്കിമാനെ കണ്ടെത്താൻ വേണ്ട നിർണായക വിവരങ്ങൾ നൽകുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. മങ്കിമാനെക്കുറിച്ച് വ്യാജവാർത്തകൾ പടച്ചുവിടുക, പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുക, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ മങ്കിമാന്റെ ആക്രമണങ്ങളെക്കുറിച്ച് വന്ന 379 കോളുകളിൽ 303 വ്യാജമായിരുന്നുവെന്ന് കണ്ടെത്തി. അതോടെ വ്യാജ കോളുകൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇതോടെ ഇങ്ങനെയുള്ള കോളുകളുടെ എണ്ണം കുറഞ്ഞു. മെയ് മാസം അവസാനിച്ചപ്പോഴേക്കും ആക്രമണങ്ങളുടെ എണ്ണത്തിലും കുറവ് വന്നു തുടങ്ങി. മങ്കിമാനെക്കുറിച്ച് വ്യാജവാർത്തകൾ പരത്തിയതിന് ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പതിയെ പതിയെ മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞതോടെ മങ്കിമാന്റെ ആക്രമണം പൂർണ്ണമായും നിന്നു. 2-3 മാസക്കാലം ഡൽഹിയെ മുൾമുനയിൽ നിർത്തിയ മങ്കിമാന്റെ അധ്യായം അതോടെ അവസാനിച്ചു. ശരിക്കും ആരായിരുന്നു മങ്കിമാൻ? അങ്ങനെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പിന്നെ എന്തുകൊണ്ടാണ് ആക്രമണങ്ങൾക്ക് ഒരു അന്ത്യമുണ്ടായത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ പറയുന്നത് മങ്കിമാൻ എന്നൊരാൾ ഇല്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് അത്രയും ആളുകൾക്ക് പരിക്കേറ്റതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ശരിക്കും അന്ന് ഡൽഹിയിൽ സംഭവിച്ചത് മാസ് ഹിസ്റ്റീരിയ എന്നൊരു പ്രതിഭാസമാണ്. മാസ് ഹിസ്റ്റീരിയ ഒരു മാസ് സൈക്കോജനിക് ഇൽനെസ് ആണ്. അസാധാരണമായ നമ്മുടെ യുക്തിബോധങ്ങൾക്കപ്പുറമുള്ള പെരുമാറ്റം, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, ഇവയൊക്കെ ഒരു കമ്മ്യൂണിറ്റികളിൽ പടർന്നു പിടിക്കുന്നതിനെയാണ് ഈ മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു രോഗമാണ്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമല്ല താനും. പക്ഷേ നമ്മുടെ കോവിഡ് വൈറസിനേക്കാൾ വേഗത്തിൽ ആളുകൾക്കിടയിൽ ഈ രോഗം പടർന്നു പിടിക്കും. മാസ് ഹിസ്റ്റീരിയ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, പരിസ്ഥിതിപരമായ കാരണങ്ങൾ, അതുപോലെ സൈക്കോളജിക്കലായ കാരണങ്ങൾ, ഇവയൊക്കെ മാസ് ഹിസ്റ്റീരിയയ്ക്ക് കാരണങ്ങളാകാറുണ്ട്. ന്യൂഡൽഹിയിലെ ഗുരു തേജ് ബഹദൂർ ആശുപത്രിയിലെ ഡോക്ടർമാരായ SK വർമ്മ, DK ശ്രീവാസ്തവ എന്നിവർ
മങ്കിമാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്ന 397 ഫോൺ കോളുകൾ പഠന വിധേയമാക്കുകയുണ്ടായി. അതിൽ തന്നെ വെറും 51 കോളുകൾ മാത്രമാണ് മെഡിക്കൽ പഠനത്തിന് വിധേയമാക്കേണ്ടതായി അവർക്ക് തോന്നിയത്. ഇതേ തുടർന്ന് ഇരകളായ 51 പേരിൽ വിശദമായ പഠനം നടത്തുകയും ചെയ്തു. ആ പഠനങ്ങൾക്ക് ശേഷം ഡൽഹിയിലുണ്ടായത് ഒരു മാസ് ഹിസ്റ്റീരിയയ്ക്ക് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അവരുടെ പഠനം 2003 ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രസിദ്ധീകരിച്ചു. അവരുടെ പഠനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മാസ് ഹിസ്റ്റീരിയയ്ക്ക് തുടക്കമിടുന്നതിനായി ഒരു ട്രിഗർ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരം ഘടകങ്ങൾ ഈ അവസ്ഥയെ ട്രിഗർ ചെയ്യാറുണ്ട്. ഡൽഹിയിൽ മാസ് ഹിസ്റ്റീരിയയ്ക്ക് ട്രിഗർ ആയത് വെറും നിഴലാണ്. നിഴൽ ഇതുപോലൊരു അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ ചൂട് കാലത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് പുറത്ത് കിടന്നുറങ്ങിയവർ കേട്ട ശബ്ദം അല്ലെങ്കിൽ അവർ കണ്ട നിഴൽ ഒരു വിചിത്ര ജീവിയുടേതായി അവർ തെറ്റിദ്ധരിക്കുകയായിരുന്നു. അന്ന് അവരുടെ മനസ്സിലുണ്ടായ ഭീതി ഒരു കോവിഡ് വൈറസ് പോലെ മറ്റുള്ളവരിലേക്കും പകർന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാസ് ഹിസ്റ്റീരിയ പെട്ടെന്നൊരു നഗരത്തെ കീഴ്പ്പെടുത്തിയത് എന്ന ചോദ്യത്തിനും തങ്ങളുടെ പഠനത്തിൽ അവർ ഉത്തരം നൽകുന്നുണ്ട്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഈ സംഭവങ്ങളെല്ലാം നടന്നത് വളരെയേറെ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലായിരുന്നു. 2, ഇതിനിരയായവരിൽ 94% സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവരായിരുന്നു. അതിൽ തന്നെ 89% ആളുകൾ സോഷ്യോ ഇക്കോണമിക് ക്ലാസ്സുകളിൽ താഴേക്കിടയിലുള്ളവരായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവർ യുക്തിക്ക് പകരം അന്ധവിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. കൂടെയുള്ള ആളുകൾ പറഞ്ഞ കഥ അവർ വിശ്വസിക്കുകയും അവർ അതിന് അവരുടേതായ ഭാഷ്യം നൽകുകയും ചെയ്തു. രാത്രി അവർ കാണുന്ന നിഴലുകളിൽ, അവർ കേൾക്കുന്ന ശബ്ദങ്ങളിലെല്ലാം അവർ മങ്കിമാനെ കണ്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം മാസ് ഹിസ്റ്റീരിയയ്ക്ക് ഉദാഹരണമൊന്നുമല്ല. ഒരു സാധാരണ ജീവിതത്തിൽ നടന്നേക്കാവുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ വീട്ടിൽ മറന്നു വെച്ചിട്ടാണ് പോയത്. എന്നാൽ ആ കാര്യം നിങ്ങൾ അറിയുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരാൾ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് ഇടിച്ചു. അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ പേഴ്സിനായി തപ്പിയപ്പോൾ അത് ആ സ്ഥാനത്ത് കണ്ടില്ല. സ്വാഭാവികമായി നിങ്ങൾ അയാളെ സംശയിച്ചു. വെറുതെ സംശയിക്കുക മാത്രമല്ല, അയാൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്, അതുകൊണ്ട് അയാൾ തന്നെയാണ് തൻ്റെ പേഴ്സ് എടുത്തതെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ അയാളുടെ പെരുമാറ്റം നിരീക്ഷിക്കാൻ തുടങ്ങി. അയാൾ ചെയ്യുന്നതിലെല്ലാം ഒരു കള്ളലക്ഷണം നിങ്ങൾ കണ്ടു. ആ പെരുമാറ്റം കാപട്യം നിറഞ്ഞതായി നിങ്ങൾക്ക് തോന്നി. കള്ളൻ, അവൻ എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റിയിട്ടാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്. ആ സമയമാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത്. നിങ്ങളുടെ പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചതാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം വെറുതെ ഒരു പാവത്തെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന ചിന്തയിൽ നിങ്ങൾ അയാളെ നോക്കുന്നു. ആ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കള്ളലക്ഷണവും തോന്നില്ല. ഇവിടെ ആ ആളുടെ പെരുമാറ്റം മാറിയിട്ടില്ല. അയാൾ കുറച്ചു സമയം മുൻപേയും ഇപ്പോഴും പെരുമാറുന്നത് ഒരേപോലെയാണ്. മാറിയത് നിങ്ങളുടെ കാഴ്ചയാണ്. ആദ്യം നിങ്ങൾ അയാളെ നോക്കിയപ്പോൾ അയാൾ കള്ളനാണ് എന്നുള്ളൊരു മുൻവിധി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ പെരുമാറ്റം കള്ളത്തരമായി നിങ്ങൾക്ക് തോന്നി. എന്നാൽ രണ്ടാമത്തെ നോട്ടത്തിൽ അതില്ലതാനും. അതുകൊണ്ട് അയാളൊരു സത്യസന്ധനായി തോന്നി. നിങ്ങളുടെ മനസ്സിലുണ്ടായ മുൻവിധി കാരണമാണ് നിങ്ങൾക്ക് 2 തരം പെരുമാറ്റങ്ങൾ ആ മനുഷ്യനിൽ കാണാതായത്. ഇനി നിങ്ങളിത് ഡൽഹിയിലെ കാര്യമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അടുത്തുള്ള ആളുകളെല്ലാം മങ്കിമാനെ കുറിച്ചുള്ള കഥകൾ പറയുന്നു. മങ്കിമാൻ സത്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രികാലങ്ങളിൽ കാണുന്ന നിഴലുകളിൽ, കേൾക്കുന്ന ശബ്ദങ്ങളിലെല്ലാം നിങ്ങൾക്കും മങ്കിമാനെ കാണാൻ കഴിയും. ഇത് തന്നെയാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. ഭയം ആളുകളെ കീഴ്പ്പെടുത്തി. അവർ ഇല്ലാത്തത് കാണാനും കേൾക്കാനും തുടങ്ങി. അതുപോലെ തന്നെ ഈ മാസ് ഹിസ്റ്റീരിയ പടർന്നു പിടിക്കുന്നതിൽ മാധ്യമങ്ങളും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ തങ്ങളുടെ റേറ്റിംഗിന് അമിത പ്രാധാന്യം നൽകിയപ്പോൾ അത് ജനങ്ങളിൽ ഭയം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ തങ്ങളുടെ മുഖം ടെലിവിഷനിൽ കാണിക്കാനായി മങ്കിമാനെ കണ്ടു എന്ന രീതിയിലുള്ള വാദങ്ങളുമായി മുന്നോട്ട് വന്നു. ഇതും പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി. മാസ് ഹിസ്റ്റീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എത്ര വേഗം ആളുകളിൽ പടർന്നു പിടിക്കുന്നുവോ ആ വേഗത്തിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. ഡൽഹിയിലെ കേസുകളുടെ കാര്യം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് 1-2 മാസങ്ങൾ കൊണ്ട് വളരെയേറെ കൂടിയ കേസുകൾ അടുത്ത 1-2 മാസങ്ങൾ കൊണ്ട് പൂർണ്ണമായി തീരുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊരു മാസ് ഹിസ്റ്റീരിയയാണെങ്കിൽ അവരുടെയൊക്കെ ശരീരങ്ങളിൽ കണ്ട മുറിവുകൾ എന്താണ്? ആ മുറിവുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ശരിക്കും മുറിവുകൾ തന്നെയാണ് എന്നാണ് ഡോക്ടർമാരും കണ്ടെത്തിയത്. 3 തരത്തിലുള്ള മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1, മൃഗങ്ങൾ കടിച്ച പാടുകൾ. 2, ആരോ മാന്തിയതുപോലെയുള്ള പാടുകൾ. 3, അധികം മൂർച്ചയില്ലാത്ത വസ്തുക്കളിൽ തട്ടിത്തടഞ്ഞുണ്ടാവുന്ന മുറിവുകൾ. ഇതിൽ ആദ്യത്തെ 2 തരം മുറിവുകളും നായകൾ, എലികൾ അതുപോലെയുള്ള ജീവികളിൽ നിന്നുണ്ടായതാണെന്ന് തെളിഞ്ഞു. പവർ കട്ടുള്ള ദിവസങ്ങളിൽ രാത്രി പുറത്ത് കിടന്നുറങ്ങിയവരെ നായകളോ എലികളോ മറ്റോ കടിച്ചിരിക്കാം, മാന്തിയിരിക്കാം. ഇരുട്ട് കാരണം ഇത് ചെയ്ത മൃഗങ്ങളെ അവർക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പിന്നീട് അവർ എണീക്കുമ്പോൾ കാണുന്നത് നിഴലുകൾ മാത്രമാണ്. സ്വാഭാവികമായും ഇതൊരു വിചിത്ര ജീവിയുടെ ആക്രമണമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആളുകളിലൂടെ ഈ വാർത്ത പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതാണ് ശരിക്കും അന്ന് ഡൽഹിയിൽ സംഭവിച്ചത്. അങ്ങനെ പേടിച്ചരണ്ട ആളുകൾ മങ്കിമാനിൽ നിന്ന് രക്ഷ നേടാനായി ഓടുമ്പോഴാണ് 3ാമത്തെ തരം മുറിവുകൾ ഉണ്ടായത്. ഇരുട്ടത്തോടുമ്പോഴും മറ്റും അവിടെയും ഇവിടെയും തട്ടിത്തടഞ്ഞ് വീഴുകയും ഇടിക്കുകയും ഒക്കെ പതിവായിരുന്നു. അങ്ങനെയാണ് ആ മുറിവുകൾ ഉണ്ടായത്. ഇതോടെ ഇരകൾക്കുണ്ടായ മുറിവുകളുടെ കാര്യത്തിലും വ്യക്തത വന്നു.
ഇനി ചിലരാവട്ടെ സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തതായി അന്ന് ആരോപണങ്ങൾ വന്നിരുന്നു. പിന്നീട് മറ്റൊരു കൂട്ടരുണ്ട്. കടുത്ത വൈദ്യുതി ക്ഷാമമുള്ള സമയമാണ്, അതിനാൽ തന്നെ മങ്കിമാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ കറന്റ് പോകാതെ പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് കറണ്ട് പോകുമ്പോൾ അവിടെ മങ്കിമാനെ കണ്ടു എന്ന രീതിയിൽ ഫോൺ വിളിക്കും. അങ്ങനെ വരുമ്പോൾ ആളുകളുടെ സുരക്ഷയ്ക്കായി പോലീസുകാർ ഇടപെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കും. ഇങ്ങനെ വൈദ്യുതി കിട്ടുന്നതിന് വേണ്ടി മാത്രം നിരവധി ആളുകൾ വ്യാജ കോളുകൾ ചെയ്തിരുന്നു. അതിനായി ശരീരത്തിൽ ചെറിയ മുറിവുകളൊക്കെ ഏൽപ്പിക്കാനും ചിലർ മടിച്ചില്ല. വ്യാജ കോളുകൾക്കെതിരെ പോലീസുകാർ നടപടിയെടുക്കാൻ തുടങ്ങിയതോടെ അത്തരത്തിലുള്ള കോളുകളും ഇല്ലാതായി. അങ്ങനെ നീണ്ട 2 മാസക്കാലം ഡൽഹിയെയും പരിസര പ്രദേശങ്ങളെയും വിറപ്പിച്ച മങ്കിമാൻ എന്ന അധ്യായം അവസാനിച്ചു. എങ്കിലും അന്ന് മങ്കിമാൻ എന്നൊരു വിചിത്ര ജീവി ഉണ്ടായിരുന്നതായി വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. പിന്നീട് ആസാമിലും ഒരു തവണ മുംബൈയിലും മങ്കിമാനെ കാണപ്പെട്ടതായി പറയപ്പെടുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മങ്കിമാൻ എന്നൊരു വിചിത്ര ജീവി ശരിക്കും ഉണ്ടായിരുന്നതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഡോക്ടർമാർ പറഞ്ഞതുപോലെ മാസ് ഹിസ്റ്റീരിയ എന്നൊരു രോഗമായിരുന്നു ഇതിനൊക്കെ കാരണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.